Good evening. നമ്മളിപ്പോൾ നാളത്തെ എക്സാമിന് പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ you can at least score ഒരു 60 to 80% marks from just electrochemistry, പിന്നെ coordination chemistry, aldehydes and ketones. Very important. Aldehydes and ketones. Organic chemistry aldehydes and ketones, electrochemistry, അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെയും അതുപോലെ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി രണ്ടും കൂടിയിട്ട് ഒരൊറ്റ സെക്ഷൻ ആയിട്ട് നോക്കിയാലും മതി. ഈ 3 ചാപ്റ്റേഴ്സ് തറോ ആയിട്ട് പഠിച്ചാൽ യു ക്യാൻ ഈസിലി സ്കോർ 60 to 80% പക്ക. ഇനി അതല്ല നമ്മൾ അങ്ങനെയല്ല ഇലക്ട്രോ കെമിസ്ട്രി നോക്കാം. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ബൈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് ബേസിസിൽ ചെയ്യാം. വിൽ സ്റ്റാർട്ട് ബൈ ഇമ്പോർട്ടൻറ്റ് ബേസിസിൽ എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ആദ്യം വിൽ ടേക്ക് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ there are 2 sections. Say for example, one is electrolytic cells, മറ്റത് electrochemical cells. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽസുകളെ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസുകളും എന്ന് മറ്റുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിൽ ഇലക്ട്രോകെമിക്കൽ സെൽസിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്. ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് ദർ ആർ സോ മെനി, ലൈക്ക് 3 to 4 ഡിഫറൻസുകളുണ്ട്. ഒന്ന് റീചാർജബിൾ ആണ്, നോൺ റീചാർജബിൾ ആണ്, പിന്നെ സെൽ റിയാക്ഷൻസ് ആർ റിവേഴ്സിബിൾ, പിന്നെ ഗോസ് ഓൺ കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ഷൻസുകൾ നടക്കുന്നു. മറ്റത് അങ്ങനെയല്ല, കണ്ടിന്യൂസ് അല്ല. അങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടായില്ല. ഒരു 4 ഡിഫറൻസുകൾ, 2 or 3 ഡിഫറൻസുകൾ പക്ക ചോദിച്ചിരിക്കാം. അതിപ്പോ ചിലപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് വന്നിട്ടല്ല ചോദിക്കുക, സ്ട്രേറ്റ് അവേ ചിലപ്പോൾ ലെക്ലാഞ്ചി സെൽ ആസ് വെൽ ആസ് ലെഡ് സ്റ്റോറേജ് സെൽ. അപ്പൊ പ്രൈമറി സെൽസുകളിൽ നമുക്കറിയാം ഡാനിയൽ സെൽസ്. അതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു സെൽ തന്നിട്ട് ഒരു റിയാക്ഷൻസ് തന്നിട്ട് സെൽ നൊട്ടേഷൻസുകൾ പറയാം. സേ ഫോർ എക്സാമ്പിൾ അലുമിനിയം കാഡ്മിയം സെൽ നൊട്ടേഷൻസുകൾ പറയാൻ പറ്റും. അപ്പൊ അതിൽ ആനോഡ് ആദ്യം എഴുതണം, ആനോഡിക് ഇലക്ട്രോലൈറ്റ് എഴുതണം, 2 വര വരയ്ക്കുക, പിന്നെ കാത്തോഡിക് ഇലക്ട്രോലൈറ്റ്, കാത്തോഡ്. ദിസ് ഇസ് ദ സ്റ്റാർട്ട്. അപ്പൊ അതാണ് ഒരു സീക്വൻസ്. ക്ലിയർ? എന്നിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ട് നേൺസ് ഇക്വേഷൻ ചോദിക്കാം. നേൺസ് ഇക്വേഷൻ വരുമ്പോൾ E is equal to E0 പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ 2.303 RT divided by NF into log of reactant side by product side. Reactant side by product side. അതല്ല E0 മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ E0 minus 2.303 RT divided by NF into log of product side divided by reactant side. എങ്ങനെ പോയാലും നമുക്ക് ഇക്വേഷൻസ് ആൻസർ ഒക്കെ ഒരുപോലെ കിട്ടാം. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല, റൈറ്റ്? ഇനി ഇവിടെ ചോദിക്കുന്ന പിന്നെ ആനോഡിക് സെല്ല്, കാത്തോഡിക് സെല്ല് അറിയാലോ, 2 റിയാക്ഷൻസുകൾ. ആനോഡിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കണു, കാത്തോഡിക് സെല്ലിലെ റിയാക്ഷൻസ് എന്തൊക്കെ നടക്കണു. ഇവിടെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. E0 തരും, ഒരു സെല്ല് തന്നു, റിയാക്ഷൻസ് തന്നു, സെൽ നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് അതിന് E0 തരും. എന്നിട്ട് നമ്മളോട് പറയും ഫ്രീ എനർജി ഡെൽറ്റ ജി കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് NFE. സെൽ റിയാക്ഷൻസ് നിന്ന് നമുക്ക് എന്ത് കിട്ടും? N കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാട്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ Al3++ എന്നുള്ള റിയാക്ഷൻ ആണെന്ന് വിചാരിക്കൂ. AlCd3 ഇങ്ങനെയല്ലേ വരാം. അപ്പൊ Al3++ CD അങ്ങനെയല്ലേ വരാം. അപ്പൊ ഇവിടെ നോക്കൂ, 2Al3+ 3CD2+2 CD. അപ്പൊ ഇവിടെ ടോട്ടൽ ചേഞ്ച് എന്താ വരുന്നത്? Al3+ ആയി. അപ്പൊ then അവിടെ losing of electron. So anode is Al, then Al3++, 2 വരാം, പിന്നെ CD2+, CD. This is a cell representation. E0 if they have given. E0 എന്നൊക്കെ തരികയാണെങ്കിൽ we can very easily find out ഇവിടെ എത്ര ഇലക്ട്രോൺസ് വന്നു? 3 into 2, 6 electron. N is equal to 6. അപ്പൊ delta G is equal to delta G0 is equal to minus N of E0, or that is equal to minus 6 into 96,500 coulombs into E0. എത്രയാണോ തന്ന അത് കണ്ടുപിടിക്കുക. So we get the delta G. Clear? അപ്പൊ ഇത് ഈ ബേസ്ഡ് ആയിട്ട് ഒരു ഇലക്ട്രോകെമിസ്ട്രിയിൽ ക്യാൻ ബി ആസ്ക്ഡ്. ഇനി പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും വരുമ്പോൾ വേറൊരു കോമൺ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഡെൽറ്റ ഇതുപോലെ തന്നെ പ്രൈമറി സെൽസുകളില് മെർക്കുറി സെല്ലുണ്ട്. മെർക്കുറി സെല്ലിലെ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഓഫ് 1.35 അറിയാലോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് നോ അയോൺസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. അയോണിക് കോൺസെൻട്രേഷൻസിനെ ബാധിക്കാത്ത കാരണം കൊണ്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടുന്നു. ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ്. The battery is used in hearing aid is mercury. In lead storage cell എന്ന് പറയുമ്പോൾ automobiles. Hydrogen oxygen fuel cells എന്ന് പറയുമ്പോൾ it is used in spaceships. Clear? ഇത്രയും ഭാഗങ്ങൾ നോക്കാം. ഈ പ്രൈമറി സെല്ലിൽ സെക്കൻഡറി സെല്ലിൽ സെൽ റിയാക്ഷൻസുകൾ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ലെഡ് സ്റ്റോറേജ് സെല്ലിൽ ആനോഡിക് കാഥോഡിക് റിയാക്ഷൻസുകൾ ചോദിക്കാം. Pb plus H2SO4
അല്ലേ? PbSO4 അപ്പോൾ SO4 twice gives PbSO4 plus electrons. അതെടുത്ത് ഇങ്ങോട്ട് എഴുതി PbO2 plus SO4 minus gives അത് എഴുതി. ഇവിടെ അധികവും ചോദിക്കുന്ന ചോദ്യം what happens to a cell reactions when it is recharged? അതായിരിക്കും ചോദിക്കുക. അപ്പോൾ ലെറ്റ് സ്റ്റോറേജ് സെല്ലിൽ സെൽ റിയാക്ഷൻസുകൾ ചോദിക്കാം, അല്ലെങ്കിൽ മിക്കതും ചോദിക്കുക what happens to cell reactions if it is on charging? ലെറ്റ് സ്റ്റോറേജ് സെല്ലുകൾ ചാർജ് ചെയ്യും എന്നുണ്ടാവും. ആസ് യൂഷ്വൽ എന്താവുക? PbSO4 gives Pb and PbSO4 gives PbO2. Cell reactions get reversed. So simple. Clear? അപ്പോൾ ഇവിടുന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ ചോദിക്കാം. പിന്നെ ഉള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിലെ കാത്തോഡിക് ആനോഡിക് റിയാക്ഷൻസുകൾ, ഓവറോൾ റിയാക്ഷൻസുകൾ. വെരി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസ്. വെരി എഫിഷ്യൻ്റ് ആണ്, അറിയാം. എക്കോ ഫ്രണ്ട്ലി ആണ്. വാട്ടർ ബീങ് ദ ബൈ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ഇസ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് പർപ്പസ് ഫോർ ദ ആസ്ട്രോണോട്സ്. പിന്നെ സെൽ ഇലക്ട്രോൺസുകളുടെ ഒരു ഡിസ്ട്രക്ഷനോ ഒന്നും ഉണ്ടാകുന്നില്ല. Clear? These are all the advantages of hydrogen oxygen fuel cells. This much about the electrolytic. പിന്നെ ഉള്ളത് variation with dilution. ആ ഗ്രാഫ് ആണ്. Very very important graph based question. അതിൽ weak electrolyte, strong electrolyte. This is strong electrolyte and this is weak electrolyte. അപ്പോൾ ചോദിക്കാം ഗ്രാഫ് വന്നിട്ട് what do you infer from this graph? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ what is the variation or explain graphically the variation of dilution with molar conductivity. അപ്പോൾ limiting molar conductivity അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ cannot be found out, whereas for strong electrolyte, if you extrapolate it, this is what lambda infinity of the strong electrolyte, otherwise limiting molar conductivity. It can be very easily found out. Weak electrolytes can be found out only with Kohlrausch's law. Kohlrausch's law is such another important. Clear? Kohlrausch's law. Clear? So ഇവിടെ ഏറ്റവും ഇതിൽ വരുന്നത് എങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ എന്ന് പറയുന്നത്. ഫോർ ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് 2 points. 1, എന്താ വരുന്നത്? ആ അയോൺസുകൾ തമ്മിലുള്ള hindrance decreases. Ionic hindrance decreases and mobility of the ions increases. Ionic hindrance decreases and ionic mobility increases, whereby molar conductivity increases in the case of with the dilution in the case of strong electrolyte. Whereas in the case of weak electrolytes, and then all of the weak electrolytes in the case of degree of dissociation increases. More and more ions are getting into dissociated and more ions can start carrying current, hence conductivity increases. Right? These are the two factors I will know. Kohlrausch's law. Right? ഇത്രയൊക്കെയുള്ളൂ ഇലക്ട്രോകെമിസ്ട്രിയിലെ almost ആയിട്ട് ചോദിക്കുന്നത്. Right? These are the importance of electrochemistry. ഇത്രയും പോർഷൻസുകൾ thorough ആയിരിക്കാം. ക്ലിയർ? പിന്നെ ഇതിൽ വേറെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഇലക്ട്രോൺ പൊട്ടൻഷ്യലിനേക്കാൾ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? It gets reversed. Cell reactions gets reversed and it becomes an electrolytic cell. Electrochemical സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലായിട്ട് മാറും. ക്ലിയർ? ഇതേ സാധനം തന്നെയാണ് നമ്മൾ സൊല്യൂഷൻസിൽ പഠിക്കുക. എന്താണ്? ഓസ്മോസിസിൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ ഹൈ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? റിവേഴ്സ് ഓസ്മോസിസ് ടേക്സ് പ്ലേസ്. സോ സിമ്പിൾ. ഇവിടെയും അത് തന്നെ ഇലക്ട്രിക് വോൾട്ടേജിന്റെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ റിവേഴ്സ് reactions takes place. That means electrochemical cell gets converted to an electrolytic cell. Clear? This was about the electrochemistry. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി സെക്കൻഡ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹലോ ആൽക്കീൻസ്, ഹലോ അറീൻസ്, ആൽക്കോൾസ്, ഫിനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ആസിഡ്സ്, അമൈൻസ്, ബയോമോളിക്യൂൾസ്. ഇത്രയും ചാപ്റ്ററാണ്. ബയോമോളിക്യൂൾസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമായിട്ട് അതിന് ചോദിക്കാവുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ഓഫ് ഫ്രക്ടോസ് ചോദിക്കാം. പിന്നെ അതിൻ്റെ ബോണ്ടുകൾ ചോദിക്കാം, ലിങ്കേജുകൾ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സുകളിലാണെങ്കിൽ മോണോസാക്കറൈഡ്സുകളിൽ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ആണ്. പ്രോട്ടീൻസുകളിൽ അമിനോ ആസിഡ്സുകളിലെ പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്. പിന്നെ ന്യൂക്ലിക് ആസിഡ്സുകളിലുള്ള ലിങ്കേജ് വരുന്ന ഫോസ്ഫാറ്റിക് ഡൈഎസ്റ്റർ ലിങ്കേജസ്. ഇത്തരം ലിങ്കേജുകളോ അല്ലെങ്കിൽ മോണോമേഴ്സുകൾ എന്താണെന്നുള്ളതൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ സെക്ഷനിൽ വരിക ഫാറ്റ് സൊല്യൂബിൾ, അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുമ്പോൾ അഡെക് ഓർമ്മിക്കാം. അഡെക്, ADEK, സിമ്പിൾ. റൈറ്റ്? Then comes another one, like ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് ചിലപ്പോൾ 1 മാർക്കൊക്കെ ചോദിക്കുമ്പോൾ
SCUE, scurviness, our C important. So vitamin C. Coagulation, coagulation, K. What is that? Vitamin K. I'm going to relate berry, B, vitamin B12, right? So it's related. അപ്പോൾ അങ്ങനത്തെ ഡിസീസുകളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ ചോദിക്കാം. പിന്നെ വൈ ഡസ് ടു ബി supplemented vitamin അതൊക്കെ സപ്ലിമെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് വാട്ട് സൊല്യൂബിൾ ആകുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ, സോ ഇറ്റ് ഹാവ് ടു ബി സപ്ലിമെന്റഡ് ക്വൈറ്റ് നൗ ആൻഡ് ദെൻ, റൈറ്റ്? അപ്പോൾ അത്തരം ചോദ്യങ്ങളും 1 മാർക്കിന്റെ ഒക്കെ ഉണ്ടാവാം ബയോമാലിക്യൂൾസ്. അത്രയൊക്കെ ബയോമാലിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം. വിൽ കം ടു ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒന്നും ചോരാല്ല, എല്ലാം പഠിക്കുക പറ്റിച്ച. കാരണം എന്താ വെച്ചാൽ അവിടെ ഏറ്റവും അധികം ചോദിക്കുന്നതാണ് പ്രിപ്പറേഷൻ സൈഡിൽ. ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻസ് ആലോചിക്കുമ്പോൾ 3 എണ്ണം. ഒന്ന് സ്റ്റീഫൻസ് ഓൾവേസ് റിലേറ്റ് വിത്ത് സ്റ്റannous related, right? Stephens with stannous chloride. Cyanides on reduction with the stannous chloride gives the imines, which on hydrolysis gives aldehydes, which is called as Stephens reaction, right? Then comes Ettard's reaction. Adigun choikiya benzene ring talakki CS3. How will you convert it to benzaldehyde? Allengil ingane choikkum. What is the reagent which is used there? Ivada use in the reagent CrO2Cl2 chromyl chloride. Or idu tharum gives question mark. Appo the answer right edha. It's benzaldehyde. Equations eppozhum perfect ആയിരിക്കണം. റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും പേര് എഴുതുന്നതാണ് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും ചാൻസ്, റൈറ്റ്? സോ toluene is converted, side chain is oxidized to benzaldehyde, right? ഇനി ബെൻസീൻ റിംഗിന്റെ മുകളിൽ നേരിട്ട് നമുക്ക് ഇവിടെ ബെൻസാൽഡിഹൈഡ് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ബെൻസീൻ റിംഗിന് തലയ്ക്ക് CHO വരണമെങ്കിൽ ഇവിടെ CO plus HCl, കോഷ്, COHCl, കോഷ്. It sounds like kosh, right? So kosh means with the anhydrous AlCl3 and CO2Cl2, which is called as Gattermann's kosh synthesis. Sure question now, Gattermann's question, Rosenmann's അതുപോലെ തന്നെ ആൾഡോൾ, കാനിസറോസ്, ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. യു ടേക്ക് ഔട്ട് ദ ആൻസർ പേപ്പർ, സ്റ്റാർട്ട് റൈറ്റിംഗ് ആൾഡോ കണ്ടൻസേഷൻ ഓർ കാനിസറോസ് ഓർ ഗട്ടർമാൻസ് ഓർ റോസൻമൻസ് എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചോദ്യം നമ്പർ നോക്കുക, എഴുതുക. അത്രയുള്ള പണി. സോ പെർഫെക്റ്റ്, അതായത് പക്ക ചോദിച്ചിരിക്കും. നോ ഡൗട്ട്. ദിസ് ഈസ് വാട്ട് കോൾഡ് ആസ് ഗട്ടർമാൻസ് കോഷ്. അതേപോലെ തന്നെ റോസൻമൻസ് റിഡക്ഷൻ, C double bondo Cl ഉള്ള ഏതൊരു കോമ്പൗണ്ടും on reduction using palladium supported with barium sulfate gives a respect to aldehyde. ഇവിടെ RCH മാറ്റി അവിടെ ആരിട്ട് കൊടുക്കുക, Cl മാറ്റി അവിടെ H ഇട്ട് കൊടുക്കുക, ഈ ഐഡിയിൽ അവിടെ ഇട്ട് കൊടുക്കുക, HCl പോയി. അപ്പൊ എന്ത് കിട്ടും? ആൽഡിഹൈഡ്. It is called as Rosenmann's reduction. Rosenmann's with palladium, Stephens with stannous, Ettard's with chromyl, Gattermann's kosh with carbon monoxide and HCl. Preparations കഴിഞ്ഞു. True? Right. Next we'll go to properties. Properties വരുമ്പോൾ നോക്കൂ, ആൽഡിഹൈഡ്സും കീറ്റോൺസും വരും. അതിലേതാണ് മോർ റിയാക്റ്റീവ് ചോദിക്കുന്ന ചോദ്യമാണ്. Which is more reactive, acetaldehyde or acetone, and why? അല്ലെങ്കിൽ compound series of compounds, which is more reactive? എപ്പോഴും aldehydes are more reactive. Why? Because in formaldehyde C double bond H, ഇതാണ് formaldehyde. Acetaldehyde എന്ന് പറയുമ്പോൾ CH3 C double bond H. Ketone എന്ന് പറയുമ്പോൾ acetone എന്ന് പറയുമ്പോൾ C double bond CH3. നമുക്ക് ഇവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. It increases electron density of the carbonyl carbon, but decreases its activity. Here ഒരു കാർബൺ ഉണ്ട്, releases electron to the carbonyl carbon. Here കൊടുക്കാനുള്ള എടുക്കാനുള്ള formaldehyde, which is more reactive, then comes acetaldehyde, then comes acetone. So this is order. Formaldehyde is more reactive, then acetaldehyde, then more reactive, then ketone, C double bond CH3. So this is the order of reactions. So formaldehyde is more reactive, then comes acetaldehyde, then comes acetones. Clear? ഒറ്റ നോട്ട് ചെയ്താൽ മതി. കാർബണിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുവോ കുറയുന്നുവോ? കൂടിയാൽ റിയാക്ഷൻ കുറവ്, കുറഞ്ഞാൽ റിയാക്ഷൻ കൂടുതൽ. ഇതിൽ കുറവ് അപ്പൊ മോർ റിയാക്റ്റീവ്, ഇതിൽ ഒന്ന് എക്സ്ട്രാ കൊടുത്തു അപ്പൊ കുറച്ച് കൂടുതൽ, അപ്പൊ ഇതിനെക്കാട്ടും കുറച്ച് റിയാക്ഷൻ കുറവ്. ഇതിൽ രണ്ടാളും കൊടുത്തു അപ്പൊ മോർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഹെൻസ് ഇറ്റ് ഈസ് ലെസ്
reactant. Clear? Why acetaldehyde? What is the importance or significance of reactions of aldehydes with sodium bisulfate? എന്താ കാരണം sodium bisulfate react ചെയ്യുമ്പോൾ it forms a precipitate which can be separated out, eaten or decomposed to give back the respective acidify ചെയ്താൽ aldehydes will be obtained. So that's why reaction with sodium bisulfates is normally used as for the purification and preparation during the preparation of aldehydes. Aldehydes in the preparation സമയത്ത് purify ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും. Clear? Then comes aldehydes a very important reaction ആണ് രണ്ടെണ്ണം reduction. ഏത് aldehydes if for example formaldehyde or acetaldehyde whatever it is, this carbonyl group is converted to CH2. അപ്പോൾ നോക്കൂ ഇവിടെ acetone ആണ്. അപ്പോൾ എന്താ that will be converted to propene 1 2 3 propene. So for acetaldehyde CH3 C double bond O H CH2I അപ്പോൾ എന്താ CH3 CH3 ethane is obtained. This can be carried out with zinc amalgam and hydrochloric acid reduction using zinc amalgam and hydrochloric acid. Chloric, it is called as Clemenson's reduction. Clemenson's hydrochloric acid Clemenson. Zinc amalgam and hydrochloric acid acidic medium, it's Clemenson's. Basic analytic, for example hydrazine and KOH. K, it is called as Wolff-Kishner, K for Kishner, hydrochloric Clemenson's. Ortheka Stephen Stannis, Rosenmann's palladium, Etart's chromyl, then Guttermann's coach with COHCl, Wolff-Kishner with KOH, hydrazine with KOH, Clemenson's zinc amalgam and hydrochloric acids, right? Wolff-Kishner Clemenson's pakka ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒന്നെങ്കിൽ റിയാക്ഷൻ ഇങ്ങനെ തോന്നുന്ന പ്രോഡക്റ്റ് ചോദിക്കും, അതല്ലെങ്കിൽ how will you convert acetaldehyde to propene no, ethane no, അല്ലെങ്കിൽ propanol to propene no, അങ്ങനെയൊക്കെ ചോദ്യങ്ങളിലേക്ക്. Clear? This was about the aldehydes and the properties. Then comes aldehydes Tollens reagent Furling solutions. രണ്ടും mild oxidizing agents ആണ്, oxidizes aldehyde to acids etc. But തമ്മിൽ ഭേദം Tollen, that means little bit on the acidic nature, oxidizing nature ഇച്ചിരി ഒരു കേട്ടിൽ കൂടുതൽ, ഇച്ചിരി ഒരു സ്ട്രോങ് കൂടുതൽ, സ്ട്രെങ്ത് കൂടുതൽ ആർക്കായിരിക്കും Tollens reagent ആയിരിക്കും. Clear? Right. So that's why aromatic aldehydes cannot reduce what Furling solution. Tollens can be reduced. Aliphatic and aromatic aldehydes reduces Tollens, whereas aromatic will not reduce as Furling solutions. Clear? Ketones എന്തായാലും ഇല്ല, രണ്ടിലുമില്ല. Clear? Then comes aldol condensation, cancerous. Pakka. What happens when acetaldehyde or CH3CHO ethanol is converted to, how will you convert it to CH3 CH double bond CHCHO. ഇതെങ്ങനെയാണ്? ഇത് on reaction with HCH2CHO ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ഈ CH3CHO ഞാൻ ഇങ്ങനെ ആക്കി. Okay, acetaldehyde on reaction with dilute alkali aldol dilute അപ്പൊ റിലേറ്റ് ചെയ്തു, right? Aldol with dilute aniols, what happens? This gets added up, this gets added up. അപ്പൊ എന്താ CH3 CHOH CH എന്നുള്ള CH2 ഇങ്ങനെ ആക്കി. CH2 room temperature and then H2 gets released, we'll be getting CH3 double bond CH single bond CHO. So ethanol is converted to, what happens? 1 2 3 4 1 bute 2 in 1 hour. You 2 in 1 hour is up. Clear? This is what aldol condensation reaction.
What happens when ethanol is made to react to dilute NaOH? This is a whole reaction. അല്ലെങ്കിൽ ഇത് മാത്രം വരും. Ethanol gives dilute NaOH, question mark. You have to write this. But 2E1R. Clear? Then much about the aldol condensation. Now comes canisterose. Simple, related. Canisterose, it's concentrated alkali. Aldol, it is dilute alkali. Canisterose, it is con. Dol, dial. Relate here. So you won't get confused. അപ്പോൾ നമുക്ക് കിട്ടും aldehyde, formaldehyde, HCHO on reaction, 2 molecules react with sodium hydroxide concentrate, one get oxidized, CH3OHI on alcohol, the other gets oxidized into an acid. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആൽഡോളില് CH3CHO ആണ്. That means ഈ കാർബണേറ്റത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബണേറ്റം which is called as alpha കാർബണേറ്റം. ആൽഫ കാർബണേറ്റത്തിൽ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്, അതിനെയാണ് ആൽഫ ഹൈഡ്രോജീനേറ്റഡ് ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നത്. ആൽഫ ഹൈഡ്രോജീനേറ്റഡ് ആൽഡിഹൈഡ്സ്. ക്ലിയർ? ആൽഫ ഹൈഡ്രോജീനേറ്റഡ് ആൽഡിഹൈഡ് answers aldol condensation, whereas formaldehyde അഥവാ ബെൻസാൽഡിഹൈഡ്, ബെൻസീൻ തലക്ക് CHO is called as ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ എന്താവില്ല, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൽഫ കാർബണേറ്റത്തിൽ നോ ഹൈഡ്രജൻ. സോ ഫോർമാൽഡിഹൈഡ് ആൻഡ് ബെൻസാൽഡിഹൈഡ് ആൻസേഴ്സ് canisterose reaction. Clear? So aldehydes which does not contain hydrogen in the alpha carbonatum on reacted with concentrated alkali, 2 molecules taking part in the reaction, one gets oxidized into an acid while the other gets reduced into an alcohol. ഇവിടെ ഒരേ മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്യും റെഡ്യൂസ് ചെയ്യും ചെയ്യുന്നു. ഹെൻസ് വേറെ തരത്തിൽ ടഫാക്കി ചോദിക്കുകയാണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും ഇതിന്. ക്ലിയർ? സി ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് ആൽഡിഹൈഡ്സുകളിൽ. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ഗിവ് എൻ എക്സാമ്പിൾ, ടേക്കിംഗ് ആൽഡിഹൈഡ്സ് എൻ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ എടുക്കുന്നത് formaldehyde or benzaldehyde on reaction with concentrated alkali, 2 molecules takes part, one gets oxidized into an acid while the other gets reduced into an alcohol. ഓർഗാനിക് കെമിസ്ട്രിയിൽ ജനറൽ ഒരു റൂളാണ്. നമ്മൾ പറയില്ല രാമായണത്തിലെ പ്രത്യേകമായിട്ടുള്ള 4 ശ്ലോകങ്ങളാണ് ഫുൾ രാമായണത്തിനെ കവർ ചെയ്യും എന്ന് പറഞ്ഞ പോലത്തെ ഒരു 4 എണ്ണമാണ്. ഓൾവേസ് ടേക്ക് ഇറ്റ് ഫ്രം മീ. CH3OH, CHOCO, COOH. ചോട്ടിലേക്കൊക്കെ ഓക്സിഡേഷൻ, മുകളിലേക്കൊക്കെ റിഡക്ഷൻ. അപ്പൊ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഇത് വെച്ച് ആൻസർ ചെയ്യാം. അപ്പൊ നമ്മളോട് ചോദിച്ചു what happens when ethanol is subjected to lithium aluminum hydride. lithium aluminum hydride എന്ന് പറയുമ്പോൾ reducing aldehyde, reduction, alcohol കിട്ടും, അപ്പൊ ethanol കിട്ടും. as it's reduced aldehydes, strong reduction ആയാലാണ് ഹൈഡ്രോകാർബൺസ് ആയിട്ട് വുൾഫ് കിസ്റ്റണും ക്ലെമൻസൻസ് ഒക്കെ പോലെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് ഓക്സിഡൈസ് ചെയ്തു എന്നതാവാം, alcohols oxidized into aldehyde and ketone, which are further oxidation gives acids. Clear? ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺസുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. what happens when toluene, benzene നിങ്ങൾ തലക്ക് CH3 is created to K2Cr2O7 gives A, which on hydrolysis gives B. ഇവിടെ എന്താ പറയാം, this A is benzene ringer, തലക്ക് COOK, hydrolysis ചെയ്തപ്പോൾ we got benzene ringer തലക്ക് COH, which is benzoic acid. ക്ലിയർ? അപ്പൊ ഇത് ഓർക്കുക. ചോട്ടിലേക്കൊക്കെ ഓക്സിഡേഷൻ അത് ഓർക്കാൻ എളുപ്പമുണ്ട്. എന്താ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, ഓക്സിജൻ കൂടുക, ഓക്സിജൻ കൂടണമെങ്കിൽ ഓക്സിഡേഷൻ നടത്തണം. അപ്പൊ ചോട്ടിലേക്കൊക്കെ ഓക്സിഡേഷൻ, മുകളിലേക്കൊക്കെ റിഡക്ഷൻ. ദാറ്റ്സ് എ ടിപ്പ് വേർഡ് ഫോർ ഓർഗാനിക് കെമിസ്ട്രി. എനി ക്വസ്റ്റ്യൻസ് ആസ്ക് യു ക്യാൻ ആൻസർ ദാറ്റ്. എല്ലാം ഇതിലുണ്ട് എന്നാ പറയാം. ക്ലിയർ? അപ്പൊ നോക്കൂ, കാനിസ്റ്ററസ് റിയാക്ഷനിൽ ഒരു മോളിക്യൂൾ ഗെറ്റ്സ് ഓക്സിഡൈസ് എന്ന് പറയുമ്പോൾ എന്താ, ആസിഡ്. aldehyde gets oxidized to an acid, one molecule gets reduced into an alcohol. അതിലുണ്ട്. ക്ലിയർ? ഇനി ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആസിഡ് സെക്ഷനില് വിച്ച് ഈസ് സ്ട്രോങ്ങർ ആസിഡ് ആൻഡ് വൈ? C=OH, ഇതാണ് ആസിഡ്. ഇവിടെ ഒരു വാലുണ്ട്. ഈ ഓക്സിജൻ ടു ഹൈഡ്രജൻ H+ ആയി പോകണം. ഈ H+ ആയി പോകണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസുകൾ അടിച്ചു മാറ്റണം.
ഈവൻ ഇലക്ട്രോൺസുകൾ അടിച്ചു മാറ്റുമ്പോൾ ഇവിടുന്ന് വേറൊരു ഗ്രൂപ്പ് അടിച്ചു മാറ്റുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്ലോറോ അസറ്റിക് ആസിഡ് ആണെന്ന് വിചാരിക്കും. Chlorine takes up electron from this carbon, so it in turn takes up this carbon, so the upward electron density കുറഞ്ഞു, hydrogen have to be treated as very easily as H+. അപ്പോൾ stronger acid ആയി. Acetic acid ആണെന്നിരിക്കും CH3 C double bond OH. ഇത് ഇലക്ട്രോണിനെ കൊടുക്കും, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, അപ്പോൾ ഈ ഹൈഡ്രജൻ പെട്ടെന്ന് വിട്ടുപോയില്ല. അപ്പോൾ which is stronger acid? This is lesser, this is stronger. മനസ്സിലായി? ഇനി ഇതിന്റെ ഇടയ്ക്ക് ഫോമിക് ആസിഡ് വന്നു എന്നായിരിക്കും HCOOH വരുമ്പോൾ എന്താ കൊടുക്കാനുമില്ല എടുക്കാനുമില്ല, അപ്പൊ which is stronger? This is. അപ്പൊ എന്ത് വരും? ഫോമിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്. ഇപ്പോൾ ഇവിടെ ഫ്ലൂറിൻ ആണെങ്കിലോ ഫ്ലൂറോ അസറ്റിക് ആസിഡ് is stronger than ക്ലോറോ അസറ്റിക് ആസിഡ്, which is in turn stronger than formic acid, which is in turn stronger than acetic acid. And this is the order of acidic nature. ഇനി ഇതേപോലെ തന്നെ ചോദിക്കുന്ന വേറെ Hell-Volhat-Zelinsky reaction, അഥവാ called as HVZ reaction. Hell-Volhat-Zelinsky reaction. Whenever alpha hydrogen of the acids made to react with chlorine in the presence of phosphorus, chlorine ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും, ഹൈഡ്രജനെ തെറിപ്പിക്കും. അപ്പൊ എന്ത് വരും? CH2Cl COOH. This is what called as chloroacetic acid is obtained. This is what called as Hell-Volhat-Zelinsky reaction. ഒന്നെങ്കിൽ give HVZ reaction എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇത്ര ഭാഗം തരും. ഇതിന്റെ മുകളിൽ ക്ലോറിനും ഫോസ്ഫറസും കണ്ടാൽ ഉറപ്പിച്ചോളൂ Hell-Volhat-Zelinsky reaction ആണ്, chloroacetic acid ആണ് അതിന്റെ ആൻസർ. ക്ലിയർ? ഇത്രയാണ് ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടൻറ്റ്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ വേറെ കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ ഒരിട്ട ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൽഡിഹൈഡ്സുകളിൽ നിന്ന് എങ്ങനെ ആൽക്കഹോൾസ് കിട്ടും? ഹൗ വിൽ യു കൺവേർട്ട് എത്തനാൽ ടു ഫോമാൽഡിഹൈഡ്, മെത്തനാൽ ടു, അല്ലെങ്കിൽ അസറ്റോൺ, പ്രൊപ്പനോൺ ടു. അപ്പൊ പ്രൊപ്പനോൺ ടു 2-methyl 2-hydroxy പ്രൊപ്പെയിൻ, പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ CH3 C double bond CH3, 2-methyl CH3 CH3OH, 2-methyl 2-hydroxy. നോക്കൂ 1 2 3 2-methyl 2-hydroxy അല്ലെങ്കിൽ 2-methyl propanol. Tet-butyl 1 2 3 4 tet-butyl alcohol. How will you convert propanol to tet-butyl alcohol? Propanol on reaction with methyl magnesium bromide. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കറക്റ്റ് ആയിട്ട് എഴുതുന്നു. എന്താ എഴുതുന്നത്? CH3 C double bond CH3. ഇവിടെ നിങ്ങൾ കൊടുത്തു നെഗറ്റീവ് ചാർജ് പ്ലസ് ചാർജ്, ഗ്രിഗനാർഡ് റീജിയൻ CH3 MgBr. മെഗ്നീഷ്യം മെറ്റൽ ആണെന്ന് ആലോചിക്കുക, അതിന്റെ തലയ്ക്ക് പ്ലസ് ഇട്ടു, അപ്പൊ ഇതിന്റെ തലയ്ക്ക് മൈനസ് ഇട്ടു. ഓൾവേസ് റിമെമ്പർ മൈനസ് ഗോസ് വിത്ത് ദ പ്ലസ്, പ്ലസ് ഗോസ് വിത്ത് മൈനസ്. പ്രോഡക്റ്റ് എഴുതുമ്പോൾ ആദ്യം ഈ സീൻ എഴുതാം, ബാക്കിയുള്ളത് ഇറക്കി എഴുതാം. CH3 ഇതിന്റെ മുകളിലേക്ക് ആര് വന്നു? ECH3 വന്നു, കണ്ടോ? ഇതിന്റെ മുകളിലേക്ക് ആര് വന്നു? OMgBr വന്നു. ഹൈഡ്രോളിസിസ് നടത്തി, HOH പോയി, വി ഗോട്ട് ദിസ് പ്രോഡക്റ്റ്. അപ്പൊ ഫോമാൽഡിഹൈഡ് ആണെങ്കിലോ സെയിം റിയാക്ഷൻ, HCHO on reaction with CH3 MgBr. CS ആർവും മൈനസ് ചാർജ് പ്ലസ് ചാർജ്, മൈനസ് പ്ലസ് ചാർജ് അല്ലേ വരാ? അപ്പൊ one second. ഇനി അപ്പൊ ആരെടുത്തു? ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പൊ മൈനസ് ഗോസ് വിത്ത് പ്ലസ്, പ്ലസ് ഗോസ് വിത്ത് മൈനസ്. അപ്പൊ എന്ത് കിട്ടും? CH3HOMgBr. ഹൈഡ്രോളിസിസ് നടത്തി, HOH ഇങ്ങനെ വിട്ടു. അപ്പൊ എന്ത് കിട്ടും? CH3CH2OH. അസറ്റാൽഡിഹൈഡ് ആണെങ്കിലോ അഗെയിൻ സിമ്പിൾ, സെയിം റിയാക്ഷൻസ് തന്നെയാണ്. CH3 C double bond OH ആണ്. ഓൺ റിയാക്ഷൻ വിത്ത് CH3 MgBr. MG ലേക്ക് പ്ലസ്, മൈനസ് എടുത്തു, പ്ലസ് മൈനസ്, മൈനസ് ഗോസ് വിത്ത് പ്ലസ്, പ്ലസ് ഗോസ് വിത്ത് മൈനസ്. ഇത് കിട്ടും CH3CHO MgBr അല്ലേ?
ഇവിടെ എന്തുണ്ട് CH3 ആണോ അല്ല HA ഇവിടെ CH3H HOH ആഡ് ചെയ്തു എന്ത് കിട്ടും CH3CH2OH CH3CH ഇതിന്റെ മുകളിൽ CH ഇവിടെ CH3 അപ്പൊ ഇത് സെക്കൻഡറി ഇത് പ്രൈമറി ഇത് ടെർഷ്യറി propanons gives tertiary alcohol formaldehyde gives primary alcohol acetaldehyde gives secondary alcohol ഇതിലൊരു ചോദ്യം ഉറപ്പ് how will you convert ethanol to 2-propanol 2-propanol clear or 2-methyl അല്ലെങ്കിൽ tet-butyl alcohol or 2-methyl 2-propanol ചോദിക്കാം ഏതെങ്കിലും ചോദ്യങ്ങൾ that is very important ഇതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഹാനോഫോം ടെസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഹാനോഫോം ടെസ്റ്റ് അറിയാലോ ഹാനോഫോം ടെസ്റ്റ് എന്താണ് എനി കോമ്പൗണ്ട്സ് which contains a group CH3C double bond ഇത്തരം വാല്യൂകളുള്ള മീഥൈൽ കാർബോണിൽ ഗ്രൂപ്പ് അപ്പൊ അസെറ്റാൽഡിഹൈഡ് ആവാം അസെറ്റോൺസുകളാവാം CH3C ഡബിൾ ബോണ്ടോ CH3 ഈ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഇതിലും ഈ ഗ്രൂപ്പ് ഉണ്ട് ഈഥൈൽ ആൽക്കഹോൾ ആവാം CH3CH2OH any compounds if it on reaction with alkalis sodium hydroxide and iodide halogen I2 iodoform I2 ആണെങ്കിൽ iodoform chlorine ആണെങ്കിൽ chloroform bromine ആണെങ്കിൽ bromoform right whatever it is that will form അപ്പോൾ എന്താ ഈ ഹൈഡ്രജനെ മാറ്റാം ഇവിടെ എന്താ CHI3 ഈ 3 ഹൈഡ്രജൻ പോയി I കയറും ബാക്കിയുള്ള ഗ്രൂപ്പ് പ്ലസ് HCOO മൈനസ് ഇവിടെ എന്താ CHI3 പ്ലസ് CH3COO മൈനസ് ഈ ഗ്രൂപ്പ് മൊത്തം അതായി clear so this is about iodoform and this is acetate it happens in the presence of NaOH and I2 or ഇങ്ങനെയും ഈക്വേഷൻ എഴുതാം NaOI which is called as Halophone test right അപ്പോൾ ചോദിക്കാം നമ്മളോട് propanol and propanon propanol means CH3 CH2 CHO propanon means CH3 CO CH3 this is an aldehyde this is a ketone ആൽഡിഹൈഡ്സും കീറ്റോണും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷൻ ടെസ്റ്റിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ടോളൻസ് റിയേജന്റ് ഫെർലിംഗ് സൊല്യൂഷൻ മൂന്നാമത്തെയാണ് ഹാലോഫോം ടെസ്റ്റ് കാരണം എന്താ ദിസ് ആൻസേഴ്സ് ഹാലോഫോം ടെസ്റ്റ് ദിസ് ഡസ് നോട്ട് കണ്ടെയ്ൻ CH3CO hence it will not answers ഹാലോഫോം ടെസ്റ്റ് ഹാലോഫോം ടെസ്റ്റ് എഴുതാം പ്രൊപ്പനോളും തമ്മിൽ റൈറ്റ് സോ അങ്ങനെ ഏതെങ്കിലും കോമ്പൗണ്ടിന്റെ തട്ടത്ത് ഒരു CH3 തന്നിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം how will you distinguish them ഇനി ആൽക്കഹോൾസും ആസിഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫീനോൾസും ആസിഡ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് എങ്ങനെയാണ് എല്ലാ ആസിഡ്സുകളും എന്തുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും എല്ലാ ആസിഡ്സ് എന്ന് പേരുള്ളതൊക്കെ പിക്രിക് ആസിഡ് 2,4,6 ട്രൈനൈട്രോഫിനോൾ സാലിസിലിക് ആസിഡ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഇതൊക്കെ എന്തുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും അപ്പൊ ബ്രിസ്ക് എഫറസൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഫീനോൾസ് ആസിഡിക് ആണ് ബട്ട് they are not so strongly acidic so as to react with sodium bicarbonate NaCO3 മായിട്ട് റിയാക്ഷൻസ് ഇല്ല അതേപോലെ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ is not answered by benzoic acid or aniline aniline basic nature ആയതുകൊണ്ട് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയേജന്റ് ആയ anhydrous AlCl3 എന്ന് പറയുന്ന acidic ആയതുകൊണ്ട് they in turn reacts to form salt deactivating group one അതുകൊണ്ട് it will not answer Friedel Crafts reaction same is the reason with benzoic acid it's a deactivating group hence it will not answer Friedel Crafts reaction Friedel Crafts reaction അറിയാലോ ബെൻസീനിന്റെ തലയ്ക്ക് CO ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കീറ്റോണിക് aromatic ketones എവിടെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലും അത് Friedel Crafts reaction അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് Finkelstein Swartz Finkelstein Fi with sodium iodide Swartz with silver fluoride Swartz reaction അപ്പോൾ how will you convert conversions ചോദിക്കുക എങ്ങനെയാണ് how will you convert ethanol
ethanol to ethyl iodide. Ethanol is made to react with thionyl chloride to get ethyl chloride, which on reaction with sodium iodide gives ethyl iodide. ഇതേപോലെ തന്നെ ചോദിക്കാം ethanol to ethyl fluoride. When the was same with thionyl chloride gives ethyl chloride, which on reaction with silver fluoride AgF gives ethyl fluoride. കൺവേർഷൻസിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ കൺവേർഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വിൽ യു കൺവേർട്ട് 1-butene to 2-butene? 1-butene on Markovnikov addition gives CH3 CH2 sorry 1-butene എന്ന് പറയുമ്പോൾ CH3 CH2Cl CH2 CH3. 1-butene എന്ന് പറയുമ്പോൾ ഇതായിരിക്കും CH2 double bond CH single bond CH2 CH3. This is 1-butene അല്ലേ? 1-butene when it is reacted with HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ്ടാവാം? Markovnikov addition takes place. Hydrogen goes with less hydrogenated and chlorine goes with this. Our CH3 single bond CHCl CH2 CH3. This on reaction with alcoholic potash. Takes a rule HCl. Hydrogen from this carbon atom eliminates and we'll be getting CH3 CH double bond CH single bond CH3, which is 2-butene. It is 2-butene, right? So this was all the conversions. ഇത്രയും ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ഉള്ളത്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിലെ അറീനിയസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ലോഗറിതമിക് എക്സ്പ്ലനേഷൻ ഓഫ് അറീനിയസ് ഇക്വേഷനും ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റനും പക്ക ഉണ്ടായിരിക്കും. കെമിക്കൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനും സീറോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സുകളിൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ട. വൈ ദിസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ഗുഡ് കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ വൈ ഡു ദേ ഫോം കളർ ഡയോൺസ്. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ D-to-D ട്രാൻസിഷൻസ് നടക്കുന്നു, ആയതുകൊണ്ട് കളർഡ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ്, ആയതുകൊണ്ട് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസുകളുണ്ട്. ലോ ആക്ടിവേഷൻ എനർജി ഫോം ചെയ്യുന്ന കാരണമുണ്ട് ദേ ആർ ആക്ടിങ് ആസ് ഗുഡ് കാറ്റലിസ്റ്റ്. അങ്ങനെ ഓരോ ഏതെങ്കിലും പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ ഡിയുടെ മറ്റേ ഒക്ടൈഡൽ അതിനെ ബേസ് ചെയ്ത് വാലൻസി ബോൾ തിയറി ബേസ് ചെയ്തിട്ട് ഒരു മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതേപോലെ തന്നെ അതിൽ ട്രാൻസിഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഐസോമെറിസത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ക്ലോറിൻ ഉള്ളിലിട്ടാൽ അയണൈസേഷൻ CuNS3Cl പുറത്തിടുക, അപ്പോൾ SO4 പുറത്ത്, അപ്പോൾ SO4 അകത്തിട്ട് ക്ലോറിൻ പുറത്തിട്ടാൽ അയണൈസേഷൻ ഐസോമേഴ്സ്, റൈറ്റ്? അയണൈസേഷനോ ലിങ്കേജ് ഐസോമേഴ്സ്. ലിങ്കേജ് ഒക്കെ ആണെങ്കിൽ ഏതായാലും ആംബിഡെന്റേറ്റ് ലിഗാൻഡുകളാണെന്നില്ല, അത് ചോദിക്കാം. ഹെട്രോലെപ്റ്റിക് ആൻഡ് ഹോമോലെപ്റ്റിക് ചോദിക്കാം. ഹെട്രോലെപ്റ്റിക് മീൻസ് ഡിഫറെന്റ് ലിഗാൻഡ്സ്, ഹോമോലെപ്റ്റിക് മീൻസ് സെയിം സോർട്ട് ഓഫ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ്. അതിനാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സുകളും ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സുകളും ചിലേറ്റ് കോംപ്ലക്സ്. ചിലേറ്റ് ലിഗാൻസുകൾ ഫോം ചെയ്യുന്ന ചിലേറ്റ് ലിഗാൻസ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടൈഡൽ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചേഴ്സുകൾ സ്പ്ലിറ്റിങ് T2G MEG തമ്മിലുള്ള സ്പ്ലിറ്റിങ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനേകം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റിക്ക് ടു ദീസ് ടോപ്പിക്സ്. I'm sure 100% sure that you will score more than 60 to 80%. If you are very much concentrating on this and related up and down, you can very easily score full marks. It's not an issue, right? So do well, all the best. Thank you.